ചിന്തക്കായിട്ട് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ 1-2 വാക്യങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. For today's meditation, let's look into the book of John, chapter 15, verses 1 and 2. ഞാൻ സാക്ഷാത്കാരത്തിനുവേണ്ടിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ അവൻ നീക്കിക്കളയും. കായ്ക്കുന്നതൊക്കെ അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെളിപ്പാക്കും. ഈ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട അനേക കാര്യങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. In this 15th chapter of John, we see many beautiful things. ഏറ്റവും പ്രധാനമായി ഫലം കായ്ക്കുക എന്നുള്ള വിഷയമാണ് 15-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്. The most important thing in that chapter is to bear fruit. അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും ഞാൻ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. Verse 16 of the same chapter says that you did not choose me, yet I chose you so that you might go and bear fruit that will last. ഇതിനകത്തിലെ എല്ലാ ഭാഗങ്ങളിലൂടെയൊന്നും കടന്നു പോകാൻ കഴിയത്തില്ല എങ്കിൽ തന്നെയും ഇതിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങളെ ഞാൻ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. I would just like to bring forth in front of you a few things this morning. ഈ വായിച്ച വേദഭാഗത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്ന് കർത്താവ് പറയുന്നു. What we have just read here is what Jesus says, I am the true vine and my Father is the gardener. ദൈവവചനത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ 3 തരത്തിലുള്ളതായ മുന്തിരിവള്ളികളെ കുറിച്ച് പ്രധാനമായി കാണാൻ കഴിയുന്നു. When you study the word of God, you see there are 3 types of vine that's mentioned. ഇസ്രായേൽ മക്കളോട് യെശയ്യാ പ്രവാചകൻ 5-ാം അധ്യായത്തിൽ ഇങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി നല്ല ഫലം കായ്ക്കുമെന്ന് ആഗ്രഹിച്ചു, എന്നാൽ കായ്ച്ചതോ ചീത്തയായ ഫലമാണ് എന്നാണ് കാണാൻ കഴിയുന്നത്. In Isaiah chapter 5 we see a gardener, he plants a vineyard and he expects good fruit out of it, but what came out was bad fruit. ഇവിടെ നാം വായിച്ച വേദഭാഗത്തിൽ കാണുന്നു, യേശുക്രിസ്തു ഒരു മുന്തിരിവള്ളിയായിട്ട് ഇവിടെ ഉപമിച്ചിരിക്കുന്നു. You see that there is an analogy here that Jesus says that I am the vine. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ 14-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, മഹാപീഠത്തിലൂടെ കടന്നു പോകുന്ന ജനത്തെ കുറിച്ച് പറയുന്നു, അവര് മുന്തിരിവള്ളി ആണ്, മുന്തിരിപ്പല പഴുത്തിരിക്കുന്നു എന്നുള്ള ഭാഗങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. In Revelation 14 we talk about the people who go through tribulations, that they are the vine and they are right. സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഭക്തന്റെ ഭാര്യയെ കുറിച്ച് അവൾ ഫലപ്രദമായ മുന്തിരിവള്ളിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. The psalmist talks about the wife of a blessed man, that she is a fruitful vine, a great vine in the house. ഉത്തമഗീതം 4-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിന്റെ സഭ ഒരു കെട്ടിയടച്ച തോട്ടമാണെന്ന് വായിക്കും. ഉത്തമഗീതം 4-ാം അധ്യായം And in Song of Solomon, 12-ാമത്തെ വാക്യം. in Song of Solomon chapter 4 and verses 12 it says that the temple of God is one that is covered in a vineyard. കെട്ടിയടച്ച മുന്തിരിത്തോട്ടം എന്നാണ് കാണാൻ കഴിയുന്നത്. You see that it is a fenced off vineyard. യേശുക്രിസ്തു സാക്ഷാൽ മുന്തിരിവള്ളിയും And Jesus Christ is the true vine. പിതാവ് തോട്ടക്കാരനും His Father is the gardener. സഭ കെട്ടിയടച്ച ഒരു മുന്തിരിത്തോട്ടവുമാണ്. And the church is a fenced off vineyard. ഈ തോട്ടത്തിലെ ചില സവിശേഷതകളെ കുറിച്ചാണ് ഇന്ന് വൽക്കാലം ചിന്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. There are few qualities of this vineyard that I would like to bring forth before you this morning. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, In Matthew chapter 15 and verses 13 we read like this. ഈ തോട്ടത്തിൽ ദൈവം നട്ടത് മാത്രമേ വളരുകയുള്ളൂ. And only what God has planted in this vineyard will grow. അപ്പോൾ ഈ തോട്ടത്തിൽ വളരുന്ന ഫലങ്ങള് അത് ദൈവം നട്ടതാണ്. And every plant that grows in this vineyard has been planted by God. ദൈവസഭയുടെ അംഗങ്ങൾ ഒരിക്കലും ക്രിസ്തീയ സമൂഹ ഭവനത്തിൽ ജനിച്ചതുകൊണ്ട് ദൈവസഭയുടെ അംഗമാകുന്നില്ല. If you are a member of this church, if you belong to the body that is in Christ, just because you're born into a Christian family doesn't make you qualified to be the member. പരിചയം കൊണ്ട് ദൈവസഭയുടെ അംഗമാകുന്നില്ല. You cannot be a member of the church of God just because of your experience. യേശു നമ്മളെ കണ്ടതുകൊണ്ടാണ് നാം ദൈവസഭയുടെ അംഗങ്ങളായിരിക്കുന്നത്. It is because Jesus sought you first is why you are a member of this great body. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, പിതാവ് നട്ടത് മാത്രമേ തോട്ടത്തിൽ വളരുന്നുള്ളൂ. That is why he says that every plant that is planted by the Heavenly Father is the only one that will grow in this vineyard. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ദൈവം നമ്മെ നടുവാൻ കൊണ്ടുവിടയായി തീർന്നു. Let us praise God for that, because God planted us in this vineyard. നാം അതിൽ ഇങ്ങനെ വായിക്കുന്നു, രക്ഷിക്കപ്പെട്ടവരെ ദൈവം ദിനം പ്രതി
കണ്ടുകൊണ്ടിരുന്നു. And you see that the Lord added those who have been saved into the multitude of into the church. കാലങ്ങളിൽ ദൈവം കർത്താവിനെ നാം കണ്ടുമുട്ടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവസഭ എന്ന് പറയുന്നത്. And there is a great group of people who knew Christ and who got saved, and through that salvation they became member of the body of Christ in church. ഈ ഭൂമിയിലെ ഒരു സംഘടനയിലും നാം അംഗമല്ലെങ്കിൽ തന്നെയും നാം രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ സഭയുടെ അംഗമാണ്. Even though you are not part of any organization on this earth, if you have the salvation experience, you are a part of the church of God. കർത്താവ് നട്ടത് മാത്രമേ ഈ തോട്ടത്തിൽ വളരുകയുള്ളൂ. Only what God planted will bear fruit in this vineyard. രണ്ടാമത് നാം വായിച്ച വേദഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നു, ഈ സാക്ഷാൽ മുന്തിരിവള്ളിയോട് ചേർന്ന് വളരണം എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. And you also see that what you need to do, the second thing you need to do is remain with the vine that's growing. രണ്ടാം വാക്യത്തിലാണ് നാം വായിക്കുന്നത്, We see that in verses 2. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയും. He cuts off every branch in me that bears no fruit. അപ്പോൾ യേശുക്രിസ്തുവിൽ കായ്ക്കണം. Therefore you need to bear fruit in Christ. കർത്താവ് പറഞ്ഞു, എന്നോട് ചേർന്നിട്ടല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. Jesus says that unless you come along and grow with me, you cannot do anything alone. നാം കർത്താവിന് വേണ്ടി ചെയ്യുന്നതെല്ലാം ഫലമാകണമെങ്കിൽ നാം കർത്താവ് മുന്തിരിവള്ളിയാവുന്ന കർത്താവിനോട് ചേർന്ന് നിൽക്കണം. Whatever you do in your life, if that has to bear fruit, then you have to go along with Christ and grow along with Him. കർത്താവും നാമുമായിട്ടുള്ള ബന്ധം ഒരിക്കലും വേർപെടുത്തുവാൻ കഴിയുകയില്ല. The relationship that you have with Christ should not have a gap in between. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ മുന്തിരിവള്ളിയാണ്, നിങ്ങൾ എന്റെ കൊമ്പുകളാണ്. And that is why the Lord says that I am the vine and you are the branches. നാം മുന്തിരിവള്ളിയോട് ചേർന്ന് നിൽക്കുന്നതാണ് കൊമ്പുകൾ. The branches always stick right next to the vine. കർത്താവിനെ കൂടാതെ താൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അത് നിഷ്ഫലമാണ് എന്ന് ദൈവത്തിന് വ്യക്തമായി പറയുന്നു. The word of the Lord clearly teaches us every work that we do without Christ in our life is fruitless. നമ്മുടെ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി നാം ചെയ്യുന്നതും എല്ലാം തന്നെ അത് വ്യർത്ഥമാണ്. Everything that you do in your life for your personal gain is fruitless. അത് സാക്ഷാൽ മുന്തിരിവള്ളിയോട് നാം ചേർന്ന് വളരുന്നവരാകുകയാണ്. Therefore we need to grow along with the true vine. റോമാലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നു വായിക്കുന്നു. And we see that in Romans, that just so that we might be united with the body in Christ, we take the water baptism so that we might be one in Him. വിശ്വാസ സ്നാനം നാം ഏൽക്കുമ്പോൾ ഓർക്കൊള്ളണം, നാം നമ്മുടെ കർത്താവിനോട് ചേരുകയാണ്. When we take the holy baptism, you have to understand that you are one in Christ. മൂന്നാമത് ദൈവത്തിന് നദിയിൽ നിന്ന് കുടിച്ചു വളരണം എന്ന് നമ്മൾ വായിക്കുന്നു. And the third thing that you see here is that you need to drink from the river of God. സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ ഒന്നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, അവൻ ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. You see in Psalm 1 that he is just like a tree that is planted by the banks of the river, that will not shade or that will not grow weary, but will bear much fruit and good fruit in due time. നീതിമാൻ വസിക്കേണ്ടത് ആറ്റരികത്താണ്, നദിയുടെ അരികത്താണ് വസിക്കേണ്ടത്. A blessed man should live always along the banks of a river. നാം ഫലം കായ്ക്കണമെങ്കിൽ നദിയുടെ അരികത്ത് വെള്ളത്തിലേക്ക് വേരുന്നെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിനോട് ഫലം കായ്ക്കുവാൻ കഴിയത്തുള്ളൂ. If you need to bear fruit, you need to be on the banks of a river where your roots can reach down into the water and grasp that living water. 92-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നീതിമാൻ അതുപോലെ കഴിക്കും, ലബാനോനിലെ ദേവദാരു പോലെ വളരും. And you see that in Psalms 102 it says that a blessed man will be just like a fruitful palm. അങ്ങനെയാണ് ദൈവത്തിനും വായിക്കുന്നത്. And that is what the word of the Lord teaches us. ഈ വാക്യത്തെ തിരിച്ചു പുറത്തുള്ള പറയാറുണ്ട്, നീതിമാൻ പുല്ലുപോലെ ദുഷ്ടൻ പന പോലെ കഴിക്കുമെന്ന് ചിലർ പറയാറുണ്ട്. And he said that the wicked man also might grow as a palm tree. എന്നാൽ വചനത്തിൽ വായിക്കുന്നു, ദുഷ്ടൻ പുല്ലുപോലെ മുളയ്ക്കുന്നു എന്നാണ് വചനത്തിൽ But വായിക്കുന്നത്. the word of the Lord says that the wicked man is just like the withering grass. എന്താണ് ഈ നീതിമാൻ പന പോലെ കഴിക്കുന്നു എന്ന് പറയുന്നത്? Do you know why a blessed man grows as a fruitful palm tree? മിക്കവാറും പനകള് മരുഭൂമിയിലാണ് വസിക്കുന്നത്. And this date palm, usually you see them in the desert. ഈ പന ഒരിക്കലും പെട്ടെന്ന് വളർന്നു വരികയില്ല. This palm is not a tree that grows up very quickly. ഇതിന്റെ ഓരോ ഇലയും വളരുന്നതിന് അല്പം താമസമുണ്ട്. And for every leaf to come out of its branches, it takes a long time. എന്നാൽ വളരുമ്പോഴൊക്കെ പ്രതികൂലത്തിൻ്റെതായ ഉഷ്ണക്കാറ്റൊക്കെ ആഞ്ഞടിച്ചെന്ന് പറഞ്ഞാലും ഈ പന ഒരിക്കലും വാടുകയില്ല. But you have to understand the nature of this date palm is that no matter
are, they'll still continue to strive very strongly. ഒരു നീതിമാന്റെ അനുഭവമാണ് ജീവിതത്തിൽ പ്രതികൂലത്തിന്റെ ശക്തമായ അനുഭവങ്ങൾ കടന്നു വന്നാലോ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തൻ അനുദിനം വളർന്നു വരുവാൻ കൊണ്ടയായിത്തീരും. This is the testimony of a living blessed man, is that when the harsh winds of the world beats against your life, you have to still stand firm in the Lord and be strong in the Lord and grow. കർത്താവ് ഒന്ന് ദാഹിക്കുന്ന ഏവനും എന്നെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. The Lord says that those who are thirsty, let them come unto me. നാം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മുടെ ജീവിതം കഴിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. The Lord wants us that we need to be filled with His Holy Spirit along the rest of our lives. ഒരു ഭക്തൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പാനം ചെയ്ത് മുന്നേറണം. And every blessed man should be drinking from that Holy Spirit throughout his life. അതുകൊണ്ടാണ് സ്തെഫാനോസിനെ കല്ലെറിഞ്ഞപ്പോഴും അവൻ പരിശുദ്ധാത്മാ നിറഞ്ഞവനായി അവൻ സ്വർഗ്ഗത്തിലേക്ക് നോക്കിയെന്നാണ് വായിക്കുന്നത്. And this is when we read about Stephen as he was martyred by stones, that he looked up unto the heavens and he was filled with the Spirit. ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ നാം പലതിങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാർ പറയുകയാണ് ഞങ്ങൾ പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഊറ്റിരിക്കും. And when we read about that portion, we say that the apostles are reading from the Word of God and they are meditating on the Word of God. മേശയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചിലർ തിരഞ്ഞെടുക്കുന്നത് വായിക്കുന്നു. Therefore, they are selecting few people for the ministry of the table. മേശയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് ആത്മാവും ജ്ഞാനവും ഒക്കെ നിറഞ്ഞവരെയായിരുന്നു. The people who were selected for the ministry of the table were filled with knowledge and wisdom. മേശയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരെ തിരഞ്ഞെടുത്തതെങ്കിൽ തന്നെയോ ആത്മാവും ജ്ഞാനമുള്ള സ്തെഫാനോസിനെ അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ ശക്തമായി കർത്താവിനോട് പ്രയാസപ്പെടുവാനിടയായി. But this Stephen, even though he was selected, this great wise man full of knowledge, and he could not sit silent there. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനെ ആർക്കും അടക്കുവാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവ് നിറവ് ഈ നാളിൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. If you are filled with the Holy Spirit, no one can calm you down. Nothing can calm you down. Let the Spirit of the Holy Spirit fill us in our lives. കർത്താവിന്റെ അപ്പോസ്തലന്മാര് പരിശുദ്ധാത്മാവ് നിറയുന്നതിന് മുമ്പ് പലപ്പോഴും അവരെ പിന്മാറ്റത്തിന്റെ അനുഭവം ജീവിതത്തിലുണ്ടായിരുന്നു. You know, the apostles, the disciples along with Christ, before they got the experience of the Holy Spirit, they backslid many times. പത്രോസ് പലപ്പോഴും കർത്താവിനെ തള്ളിപ്പറയുകയും ഓടി പിന്മാറിപ്പോയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. We saw that Peter had to forsake Jesus Christ and come back in his faith many times. എന്നാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസ് ഹല്ലേലൂയ ധൈര്യമായി എഴുന്നേറ്റ് നിൽക്കുകയാണ്. But when you see that the Holy Spirit inside Peter was evident, he stands firm and boldly for the Lord. എനിക്ക് കർത്താവിനെ അറിയത്തില്ല എന്ന് പറഞ്ഞ പത്രോസല്ല അപ്പോഴൊക്കെ കാണാൻ കഴിയുന്നത് കർത്താവിനെ ശക്തമായി ഉയർത്തി അന്ന് 3000 പേര് സഭയോട് ചേരുവാനിടയായി. You no longer see a Peter that is denying Jesus Christ, but is a strong Peter who delivers the word. As a result, 3,000 people came to the Lord. നാം പരിശുദ്ധാത്മാവിനെ നിറയുമെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കാനിടയായി. If you are filled with the Holy Spirit in your individual life, you will see a great change. നമ്മുടെ ദർശനത്തിന് വലിയ വ്യത്യാസങ്ങൾ കടന്നു വരുവാനിടയായി. Oh, there will be great changes in the vision that you have in Christ. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനെ കുടിച്ച് നാം മുന്നേറുവാനിടയായി. Therefore, let us drink from the Holy Spirit of God each day of our life. അടുത്തതായിട്ട് പറയുവാനായിരിക്കുന്നത് The next thing I want to point out is, ഫലം കായ്ച്ച് നാം വളരണം. and we have to be fruitful as we go forward. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഫലം കഴിക്കുവാനാണ്. The Lord wishes that we bear fruit every day. ഫലം എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കാറുണ്ട്. ഗലാത്യലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് പലരും ചിന്തിക്കാറുണ്ട്. And when you talk about fruit here, many people talk about the words that is written in Galatians about the fruit of the Spirit. അത് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ തന്നെ കർത്താവ് ഫലം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് കർത്താവിനെ ഉയർത്തുന്ന സുവിശേഷീകരണം നമ്മളിൽ ഉണ്ടാകണം എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. That is important, but it is the missionary work that he talks about here when he talks about bearing fruit. ഈ 15-ാം അധ്യായത്തിൽ കർത്താവ് ഫലം കായ്ക്കുന്ന വിഷയം പറയുമ്പോൾ തന്നെ അനേക ഭാഗത്ത് പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന്. And many places as he says that you need to bear fruit, he also mentions that you have to love one another. അതിന്റെ 12-ാം വാക്യം ഒന്ന് വായിക്കാം. Let us read from verses 12. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എന്റെ കൽപ്പന. കർത്താവ് പറയുകയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. My command is to love each other as I have loved you. ഈ തമ്മിൽ സ്നേഹിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണെന്ന് കർത്താവിന് അറിയാം. The Lord knows that to love each other is a tough thing. അതുകൊണ്ടാണ് ഈ പല ഭാഗത്തും പറയുകയാണ് നിങ്ങളുടെ ശിഷ്യന്മാരാണെങ്കിലും നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. And even though you are my disciples, is what the Lord says, you have to still love each other. ശിഷ്യന്മാരുടെ ഇടയിലും ഒരു പിണക്കമുണ്ടായി. ഞങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ള ഭാവം അവരുടെ ജീവിതത്തിലുണ്ടായി. Even amongst the disciples,
there was a small argument, who of us is the bigger one, does the Lord like? കർത്താവ് ആ സമയത്താണ് പറഞ്ഞത്, നിങ്ങളിൽ വലിയവനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവരിലും ചെറിയവനാകണമെന്ന് കർത്താവ് പറയുവാനിടയായി. The Lord says that if you wish that you need to be greater than everyone, you have to be the least one in the group. ഈ സമയത്താണ് കർത്താവ് തോർത്ത് അരയിൽ ചുറ്റിക്കൊണ്ട് അവരുടെ കാലിലേക്ക് കഴിയും. And that is when the Lord takes the towel and wash their feet. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവേ നീ എന്റെ കാല് കഴുകരുത്. And they said that, Lord, do not wash my feet. അവര് ആരാണ് വലിയവനെന്ന് ആഗ്രഹിച്ചപ്പോൾ And when they wanted to be the greatest among the disciples, യേശു ആ താഴ്മയെ ചൂണ്ടിക്കാണിപ്പാൻ തുടങ്ങുകയായിരുന്നു. and Jesus pointed to the humbleness that was in him. നമ്മുടെ ജീവിതത്തിലും അത് അനുഭവമാക്കേണ്ടതാണ്. And we need to have that be evident in our ഞാൻ lives. മനോരമ ഓൺലൈനിൽ വായിച്ചതായ ഒരു ചെറിയ കഥ പോലെ ഞാൻ അതിനെ It വായിക്കാനിടയായിരുന്നു. was a small article, a small story I read in Manorama online. രണ്ട് സഹോദരന്മാർ ഒരുമിച്ച് താമസിച്ചിരുന്നു. The two brothers living together. അവര് അടുത്തടുത്ത സ്ഥലങ്ങളിലാണ് അടുത്തടുത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. They are living not too far from each other. വളരെ സ്നേഹത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. They had great relationship with each other. ഏകദേശം വർഷങ്ങളായി അങ്ങനെ കഴിഞ്ഞു. And for years they've been living like that. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് തമ്മിൽ എന്തോ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. After some time, on the basis of an argument, they had a split in their relationship. ചെറിയ രീതിയിലാണ് എന്തോ സംശയം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. It was a small thing that brought doubt in their life. അത് കഴിഞ്ഞപ്പോൾ അവർ പരസ്പരം ഇങ്ങനെ അകലുവാനിടയായി. Then very slowly their relationship started to grow apart. ഒരു ദിവസം അത് വളരെ ശക്തമായി അവർ തമ്മിൽ വഴക്കുണ്ടാകുന്ന അനുഭവങ്ങളിലേക്ക് കടന്നു. One day it came to an instance where they quarreled a lot. അതിൽ അനിയനാണെങ്കിൽ ഒരു JCB കൊണ്ടുവന്ന് രണ്ട് സ്ഥലത്തിന് നടുക്ക് വലിയൊരു ചാല് ഉണ്ടാക്കുക, വലിയ തോടുണ്ടാക്കുവാനിടയായി തീർന്നു. Once the younger brother, he came forward and he built a separation between the other person by building a canal in between. അങ്ങനെ മുന്നോട്ട് പോയ സമയത്താണ് ഒരു ആശാരി ഈ മൂത്ത സഹോദരന്റെ വീട്ടിൽ വന്നു. And it is at that time a carpenter came to this younger brother's house. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ഒത്തിരി ജോലിയുണ്ട്. He said that I have a lot of work to do. അവൻ പറഞ്ഞു, ഞാൻ ഇതെല്ലാം ചെയ്തു വരാം. He said I'll do all this for you. അവൻ പറഞ്ഞതാണ്, എന്റെ അതിരില് വലിയൊരു വേലി ഉണ്ടാക്കണം, വലിയൊരു മതിലുണ്ടാക്കണം. And this is what he said, on my boundary I need to create a great big fence. അവൻ പറഞ്ഞു, ഞാൻ ഉണ്ടാക്കാം. And he said that I'll make the fence. അതിനുവേണ്ടിയുള്ള പണികളെല്ലാം ഈ ആശാരിക്ക് കൊടുത്തിട്ട് ഈ സഹോദരന് എന്തോ ആവശ്യത്തിന് വേണ്ടി പട്ടണത്തിലേക്ക് കടന്നുപോയി. So he brings all the building materials to the younger brother and he says that I'm going to the town for a different need. അവൻ വൈകിട്ട് മടങ്ങി വന്നപ്പോൾ When he came back in the evening, ഇവൻ പറഞ്ഞതുപോലെയല്ല ഈ ആശാരി ചെയ്തത്. and the carpenter did not do exactly what he thought. അവൻ ചെയ്തത് ഈ രണ്ട് സ്ഥലങ്ങൾക്ക് നടുവില് ഒരു പാലമാണ് തീർത്തത്. And what he built instead was a bridge between these two borders. അവൻ ഇത് കണ്ടപ്പോൾ അവന് വലിയ അതിശയമായി. And when he saw this, he was astonished. ഈ പാലം തീർത്തു കഴിഞ്ഞപ്പോൾ തന്റെ സഹോദരന് ഈ പാലത്തിലൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. And you see that his younger brother is walking through the bridge that the carpenter built to his side. സഹോദരൻ പറയുകയാണ്, ഞാൻ ഇവിടെ വലിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് തന്നെയും എന്റെ സ്നേഹവാനായ ജ്യേഷ്ഠൻ അതിന് നടുക്കൊരു പാലം തീർത്തുവല്ലോ എന്ന് ഈ അനുജൻ പറയുകയാണ്. The younger brother is saying like this, even though I built a great ditch between you and me, my youngest brother, he built a bridge so that he could see me again. ഈ ആശാരിയുടെ പേര് ഇങ്ങനെയാണ് അതിന് കൊടുത്തിരിക്കുന്നത്, നസ്രയത്തിലെ തച്ചൻ എന്നാണ് അതിനകത്തിൽ കൊടുത്തിരിക്കുന്നത്. And this is what is written, the name of the carpenter is the carpenter of Nazareth. നാം പലപ്പോഴും നമ്മുടെ ബന്ധങ്ങൾക്ക് ആഴമേറിയ അകൽച്ചകളെ നമ്മൾ ഇടുമ്പോൾ, Many times in our relationship, when we put great gaps in the relationship that we have with each other, ഈ അകൽച്ചകൾക്കൊന്നും വലിയ കാരണങ്ങൾ കാണുകയില്ല. many times it is for very silly reasons why this happened. ചിലപ്പോൾ ഒരു വാക്കായിരിക്കാം ഈ അകൽച്ചയ്ക്ക് കാരണമായിരിക്കുന്നത്. It could be maybe a word that caused this gap between the relationship. നാം അങ്ങനെ വേറൊരുത്തു വന്നിരിക്കുമ്പോൾ നസ്രയത്തിലെ തച്ചനായ കർത്താവ് ഈ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുകയാണ്. When you are in that situation of your life, it is the great carpenter of Nazareth that bridges the gap between the ditch that is between you and others. യേശു പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. Jesus says, love one another just like I have loved you. ഇതുപോലെ ദൈവസഭയോട് എനിക്ക് പറയാനുള്ള പുതിയതാണ്, നാം തമ്മിൽ സ്നേഹിക്കണം. This is a message for this morning to this church. Love one another. നാം തമ്മിൽ സ്നേഹിക്കുമെങ്കിൽ ദൈവത്തിന് നമ്മളിലൂടെ വലിയ ചെയ്യുവാനുണ്ട്. If
you love each other, God can do great things amongst us. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുന്നല്ല, ഞാനാണ് നിങ്ങളെ The തെരഞ്ഞെടുത്തത്. Lord says that I selected you, I have chosen you, not you. നമ്മുടെ പദവികൾക്കോ നമ്മുടെ പുകഴ്ചക്കോ ഒന്നുമല്ല കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തത്. The Lord did not select us because of the position or the greatness that we have in our lives. നമുക്ക് വേണ്ടി ജീവനെ തന്ന യേശുവിനെ ഉയർത്തുക എന്നുള്ളതാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. The only one aim that He had is to establish and glorify the name of Jesus Christ. ഫലം കായ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. The Lord wants us to bear much fruit. ഹല്ലേലൂയ. Hallelujah. ഇതുവരെക്കാലം എത്ര പേര് ഈ മെസ്സേജ് ഏറ്റെടുക്കും? This morning, how many can accept the message? കർത്താവ് പറയുകയാണ്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. The Lord says to love each other. കർത്താവ് പറഞ്ഞു, ഞാൻ പുതിയൊരു കൽപ്പന തരുന്നു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. The Lord says, I give you a new commandment, love each other. നാം ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ. And if you stand strong, you are just but a breath. നമ്മള് ഈ ദിവസങ്ങളിലൊക്കെ കേൾക്കുന്ന ശബ്ദം അതാണ്. And these are the words that you are hearing the past week. ദുബൈയിൽ നിന്ന് നാട്ടിലേക്ക് കടന്നുപോയ പ്ലെയിൻ ലാൻഡ് ചെയ്തതാണ്. ലാൻഡ് ചെയ്തപ്പോഴേ വിചാരിച്ചു, ലാൻഡ് ചെയ്തു, വീട്ടിലോട്ട് കടന്നു പോകാമെന്ന് ചിന്തിച്ചു. And the plane that took off from Dubai yesterday, and it landed, everybody as it landed, they thought, okay, I'm very close to my house. എന്നാൽ ആ സമയത്താണ് അനർത്ഥം കടന്നു വരുവാനുണ്ടായത്. But that is when disaster struck. വചനത്തിന് മുമ്പേ വായിച്ചതുപോലെ അത് വേഗം കഴിഞ്ഞു പോകുന്നു. And we, just like we read from the Word of God, it happens very quickly. നമ്മുടെ ജീവിതം വേഗം കടന്നു പോകുന്നത്. Our life flies away very quickly. ആർക്കും ഒരു ഗ്യാരണ്ടി പറയുവാൻ കഴിയില്ല. No one can guarantee your life beyond this earth. എന്നാൽ ദൈവം നമുക്ക് ആയുസ്സില് കർത്താവിനെ ഉയർത്തുവാൻ, കർത്താവിന്റെ ഫലം കായ്പാൻ ഈ നാളിൽ ദൈവം നമ്മളെ But the സഹായിക്കുവാനാകട്ടെ. life that God has given us may we bear fruit for the Lord. കർത്താവ് പറഞ്ഞതുപോലെ വാക്യം ഞാൻ വായിച്ചുകൊണ്ട് ദിവസം ഇരിക്കുന്നു, നിങ്ങൾ പോയി ഫലം കായ്ക്കണം. And just like Jesus said that, go and bear fruit. നിങ്ങളുടെ ഫലം നിലനിൽക്കണം. And your fruit should be established. ഒരു ദിവസമല്ല ഫലം കായ്ക്കേണ്ടത്. Not just one day. ഒരു ഉണർവിന്റെ അനുഭവം ഉണ്ടാകുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഫലമല്ല കർത്താവ് നമുക്കൂടെ വേണ്ടത്. The Lord does not want just one revival, but every day you need to be able to bear fruit for the Lord. എന്നും കർത്താവിനോട് ഫലം കായ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങൾ ദൈവം നമ്മെ But the Lord help us to bear fruit each and every day. May God